ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിലൊരു സോയാബീൻ വറുത്തരച്ച് കറി ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണം, ഇതിന് അപാര ടേസ്റ്റാണ്. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ചെറിയ സോയാബീനാണ് ഒന്നല്ല ഒരു കപ്പ് ചെറിയ സോയാബീനാണ് എടുത്തേക്കണേ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ സോയാബീനല്ല വലിയ സോയാബീനാണെന്നുള്ളതെന്ന് വെച്ചാൽ വലുതെടുത്താലും കുഴപ്പമില്ല. ഇപ്പം എൻ്റെ കയ്യിൽ ചെറിയ സോയാബീൻ ആയതുകൊണ്ട് ഞാൻ ചെറിയ സോയാബീനാണ് എടുത്തേക്കണേ. പിന്നെ ഇതിന് വേണ്ടിയ മസാലകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്കിതൊരു മണിക്കൂർ മാക്സിമം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും മിനിമം വെച്ചിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്യാം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് ഉണക്കമുളകും പിന്നെ തക്കാളി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഒരു പട്ട കുറച്ച് പെരിഞ്ചീരകം ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3 ഉള്ളിയും ഒരു പച്ചമുളകും ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു തക്കാളി ഇട്ടിട്ട് ആ പേസ്റ്റും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റാം. നല്ലപോലെ വഴറ്റിയിട്ട് നമുക്ക് ഇതിന് വേണ്ട കുറച്ച് മസാലകൾ, ആ മസാലകളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ മസാലകളൊക്കെ ആഡ് ചെയ്ത് നല്ലപോലെ ഇത് വഴറ്റെടുക്കാം. ഇത് വഴറ്റിയതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച സോയാബീൻ നമുക്കൊരു പാനിലിട്ടിട്ട് ചൂടാക്കി എടുക്കാം. എന്നിട്ട് അത് വറുത്തെടുത്തതിന് ശേഷം അല്ല വെള്ളമൊക്കെ പോയി വറുത്തതിന് ശേഷം നമുക്ക് ഈ മിക്സിലോട്ട് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ മാരിനേറ്റ് ചെയ്ത പാനിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഇപ്പോൾ നമുക്കിതിലോട്ട് ഇടാം. എന്നിട്ടൊരു കുറച്ച് ഉപ്പും കുറച്ച് കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സോയാബീൻ ഇവിടെ സെറ്റാണ്. അപ്പോൾ ബൈ.